സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിൽ സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് വരാൻ വേണ്ടിയിട്ട് പല സ്ട്രാറ്റജീസും കമ്പനികൾ ഫോളോ ചെയ്യും. ചില സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് കൺസ്യൂമർ കാർഡ് സിസ്റ്റം കൊണ്ടുവരും. കാർഡിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ റേറ്റ്. മറ്റ് ചിലർ പർച്ചേസ് ചെയ്യുന്ന പോയിന്റുകൾ റിഡീം ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരും. മറ്റ് ചില സൂപ്പർ മാർക്കറ്റുകാർ ഓഫറുകൾ പ്രത്യേകം ഡിക്ലെയർ ചെയ്യും. അങ്ങനെ പല സ്ട്രാറ്റജികളും കസ്റ്റമേഴ്സിനെ നമ്മുടെ ഹൈപ്പറിൽ തന്നെ പിടിച്ചു നിർത്താൻ പല രീതികളും ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി നമ്മുടെ സ്റ്റാഫിന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലുണ്ട്. അത് സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്ത്, ക്ലാസ്സുകൾ കൊടുത്ത്, സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഫോളോ അപ്പ് ചെയ്ത് വളരെ വിജയകരമായി നടത്താൻ പറ്റുന്ന ഒരു മാർഗം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉയർത്തുക എന്നുള്ളതാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എക്സാമ്പിൾ പറയാം. ഒരു കസ്റ്റമർ വന്നിട്ട് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ ആകാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന കസ്റ്റമർ ആകാം, അല്ലെങ്കിൽ വീക്കിലി പർച്ചേസ് ആവാം. വന്നിട്ട് ഒരു പ്രോഡക്റ്റ് ചോദിച്ചു. എക്സാമ്പിൾ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് ക്രിസ്മസ് കേക്കാണ്. കേക്ക് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. എവിടെയാണ് കേക്കിന്റെ ഡിസ്പ്ലേ? ചിലപ്പോൾ ഫ്രണ്ടിൽ തന്നെ കാണും, ചിലപ്പോൾ സൈഡിലായിരിക്കാം, ചിലപ്പം ഒരു ക്രിസ്മസ് ഏരിയ തന്നെ ഉണ്ടാവും. അപ്പം ആ കസ്റ്റമർക്ക് അങ്ങോട്ട് ഡയറക്റ്റ് പോകാൻ വേണ്ടി എവിടെയാണ് കേക്ക് ഇരിക്കുന്നത്, അല്ലെ കേക്ക് ഉണ്ടോ? സ്റ്റാഫ് പറഞ്ഞു കേക്ക് ഉണ്ട്, ദേ അവിടെ ഇരിപ്പുണ്ട്. അത്രമാത്രം. വേറൊരു കസ്റ്റമറോട് ചോദിച്ചു, വേറൊരു സ്റ്റാഫിനോട് ചോദിച്ചു, ഇവിടെ ക്രിസ്മസ് കേക്കിന്റെ ഡിസ്പ്ലേ എവിടെയാ? സാറേ റൈറ്റ് സൈഡിൽ സ്ട്രേറ്റ് പോയാൽ അവിടെ ഓഫർ കേക്ക് ഉണ്ട്, ക്രിസ്മസ് കേക്ക് ഉണ്ട്, എല്ലാ കമ്പനിയുടെയും കേക്ക് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റാഫിനോട് ചോദിച്ചു, സാറേ കസ്റ്റമർ ചോദിക്കുകയാണ് ക്രിസ്മസ് കേക്കിന്റെ ഡിസ്പ്ലേ എവിടെയാ? സ്റ്റാഫ് പറഞ്ഞു സാർ ബാ എൻ്റെ കൂടെ ബാ, ഞാൻ കാണിച്ചു തരാം. ക്രിസ്മസ് കേക്ക് ഉണ്ട്, ഒന്നിനൊന്ന് ഫ്രീ ഉള്ളതുണ്ട്, 50% ഓഫർ ഉള്ളതുണ്ട്, അല്ലെങ്കിൽ കമ്പനികളുടെ ബ്രാൻഡഡ് കേക്കുകൾക്ക് സ്പെഷ്യൽ ഓഫറുകളുണ്ട്. സാർ കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കാർഡിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓഫറുകൾ കിട്ടും. ഇങ്ങനെ പല രീതിയിൽ സ്റ്റാഫിന് ഒരു കസ്റ്റമർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഓരോ ആൻസറും ഓരോ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ആദ്യത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ കേക്ക് ഉണ്ട്, അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തീർത്തും നമുക്കറിയാം. പൂവർ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ കിട്ടുന്നത്. രണ്ടാമത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പം കേക്ക് ഉണ്ട്, ഓഫർ ഉണ്ട്, സ്ട്രേറ്റ് പോയാൽ മതി, ആ കോർണറിലുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് ആവറേജ് ഒരു സാറ്റിസ്ഫാക്ഷനെ കസ്റ്റമർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. മൂന്നാമത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പം സ്റ്റാഫ് പറഞ്ഞു ഉണ്ട്, സ്പെഷ്യൽ പ്രൊമോഷനാണ്, സ്പെഷ്യൽ ഏരിയ ഉണ്ട്, 1/1 ഓഫർ ഉണ്ട്, 50% ഓഫർ ഉണ്ട്. ഓക്കെ, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഒരു എക്സലന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മോർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് കസ്റ്റമറുടെ കൂടെ പോയി അത് പർച്ചേസ് ചെയ്യിപ്പിച്ച് സെയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആയി. ഇങ്ങനെ 4 തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഒരു സ്റ്റാഫിന് നൽകാൻ പറ്റും. നമ്മുടെ സ്റ്റോറിലെ അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്ത്, ക്ലാസ്സുകൾ കൊടുത്ത് ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷൻ ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്താൽ ഈ വരുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ നിന്നും പോവില്ല. വേറൊരു ഷോപ്പിലും അവർ പർച്ചേസിന് പോവില്ല. അവർ വരുമ്പം ഈ സ്റ്റാഫിനെ ചോദിക്കും, ഈ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു ചോദിക്കും. ആ നിലയിലേക്ക് അല്ലെങ്കിൽ ആ ലെവലിലേക്ക് നമ്മുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ മാനേജ്മെന്റിന് സാധിച്ചാൽ നിങ്ങളുടെ ഷോപ്പിൽ സെയിൽസ് കൂടും എന്നുള്ളതിന് ഒരു തർക്കവും ഉണ്ടാവില്ല. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരു 4 ലെവൽ ഉണ്ടെന്നും അത് ഇന്ന ലെവലാണെന്നും ഏറ്റവും ബെസ്റ്റ് ലെവൽ കീപ്പ് ചെയ്ത് കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കണമെന്നും നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക. താങ്ക് യു.